നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് പത്മ ടീച്ചർ അച്ഛാ. ഏത് പത്മ ടീച്ചർ? ഏതോ പത്മ ടീച്ചർ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ക്ലാസ്സിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പത്മ ടീച്ചർ. ഇവരെ കുറിച്ചാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നന്നായി. ഒന്നും അറിയാതെയാണ് ഒരു വീടിനകത്തേക്ക് കയറി വരുന്നതും അവിടുന്ന് മണി അടിക്കുന്നതൊക്കെ. താൻ കിടന്ന് തുള്ളണ്ട. ഈ വീട് തന്റേതാണെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കേറില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ എന്റെ വീടാണെന്ന് മനസ്സിലായല്ലോ. കൂടും കുടുക്കെടുത്ത് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ വലിച്ചെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. നീ ഒന്ന് വന്നേ, ഞാനൊന്ന് പറയട്ടെ. അമ്മാവനല്ലേ പറഞ്ഞത് ഇവിടെ ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെന്ന്? പിന്നെ ഇവളെങ്ങനെ അകത്ത് കയറി? ഞാനിതാരുടെയും പുറകെ നടന്ന് വാങ്ങിച്ചതൊന്നും അല്ല. കൃത്യമായി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അഗ്രിമെന്റും വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ടാ താക്കോല് വാങ്ങിച്ചത്. ഉണ്ടോ? എനിക്കതൊന്നും അറിയണ്ട. അമ്മാവനുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അതങ്ങ് തീർത്തോണം. എനിക്കിവിടെ സഹിക്കാൻ പറ്റില്ല. എന്താ മോനെ പ്രശ്നം? ആന്റി, വല്ലപ്പോഴും ഒരിക്കൽ ഇവളുടെ മുഖം കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം പോകും. അപ്പൊ നിത്യേനെ കാണേണ്ടി വന്നാലോ? എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത കയറി വരുന്നത് സഹിക്കാൻ പറ്റില്ല. അതോടെ നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്കും. അഡ്വാൻസ് കൊടുത്ത അഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടെങ്കിലേ അതിൽ പറഞ്ഞ കാലാവധി വരെ ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കും. അതിപ്പോ തന്റെ വീടായാലും കൊള്ളാം, വേറെ ഏതെങ്കിലും മഹാരാജാവിന്റെ വീടാണെങ്കിലും കൊള്ളാം. അമ്മാവൻ ഇവളോട് സംസാരിക്കണ്ട. ഇതെന്താ? ഇതിനേക്കാണ് ഇവിടെ കയറി താമസിപ്പിക്കുന്നത്. കഷ്ടകാലത്തിന് ഏതെങ്കിലും നല്ല ആൾക്കാരെ കിട്ടിയ വീട് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. നല്ല ആളുകളെന്നാ പറഞ്ഞത്, അല്ലാതെ ഇതുപോലുള്ളവരല്ല. അതെ, ഞങ്ങൾ ഇവിടെ മാന്യമായിട്ട് താമസിക്കാൻ വന്നതാ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ പറയുന്നേക്ക്, അവർക്കാണെങ്കിൽ ആരുമില്ല. നമ്മളെ പോലെ തന്നെയാ അവരും. പിന്നെ നമ്മളങ്ങ് ഭൂമിയുടെ അറ്റത്താണല്ലോ താമസിക്കുന്നത്. എന്നിട്ട് അതിന് പറ്റിയൊരു കൂട്ടും. ഇവളുടെയൊക്കെ ഒപ്പം താമസിക്കുന്നതിനേക്കാൾ നല്ലത് കടയിൽ പോയി ചാടി ചത്തൂടെ? താൻ ചത്തോ? എന്നാലും എഗ്രിമെന്റ് 11 മാസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവും. ഇവളോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. നിങ്ങളെ കണ്ടിട്ട് കുറച്ച് അടക്കോ ഒതുക്കമൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനെ എടുത്തോണ്ട് എവിടെയെങ്കിലും പൊക്കണം. ഇനി മേലാൽ ഇങ്ങോട്ട് കണ്ടുപോരുത്, വരുത്തരുതെന്ന്. നീ എന്തിനാ മോൾ ഇത്രയും ബഹളം നിൽക്കുന്നത്? പിന്നെ അല്ലാതെ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ഏരിയയിൽ വീട് നോക്കണ്ടെന്ന്. ഇനിയിപ്പോ രാവിലെയും വൈകുന്നേരം ഒക്കെ വന്ന് അയാൾ പറയുന്നതൊക്കെ സഹിക്കണ്ടേ? നീ നടന്ന്, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നന്നായി. അയാളുടെ കാര്യം നോക്കിയിട്ട് അമ്മ ജീവനോടെ ഉണ്ടായാ മതി. പല തരത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇതെന്ത് വിട്ടുപോത്താ? അവരെ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് അമ്മാവൻ അറിഞ്ഞൂടെ? അതറിഞ്ഞിട്ട് അവർക്ക് എന്തിനാ വീട് കൊടുത്തത്? വരാൻ പോണത് അവരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, അവരുടെ കൂടെ വേറൊരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയാ എന്നോട് വന്നിട്ട് വീട് അന്വേഷിച്ചത്. വെറുതെ എന്നോട് കള്ളം പറയണ്ട. അയ്യോ അല്ല, അമ്മാവൻ അറിയാതെ വീട്ടിനകത്തേക്ക് ആരെങ്കിലും വന്ന് കയറുമോ? ചിലപ്പോ ചെയ്യും. പാതി രാത്രി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും. എന്തായാലും കൊടുത്തുപോയില്ലേ? അത് കൊടുത്തു പോയെങ്കിൽ ഇറക്കി വിടാനും അറിയണം.
അതെങ്ങനെ ഹാ, അതെങ്ങനെ അപ്പൊ പിന്നെ എഗ്രിമെന്റോ? എഗ്രിമെന്റ് കീറി കളയണം. എന്നിട്ട് എന്തെങ്കിലും നഷ്ടപരിഹാരമായിട്ട് വേണമെങ്കിൽ അതും കൊടുക്കാം. നമ്മുടെ എഗ്രിമെന്റ് കീറി കളഞ്ഞാലും അവരുടെ ലൈന് കോപ്പി ഇല്ലേ? മൂന്ന് പെണ്ണുങ്ങളാണ് കേട്ടാ. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാ ഞാൻ ഈ വയസ്സാക്കാലത്ത് ജയിലിൽ കിടക്കേണ്ടി വരും. ആ ചെയ്ത പണി അനുസരിച്ച് കുറച്ചു കാലം പോയങ്ങ് കിടന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് വന്നോളാം. വേണമെന്നില്ല. എന്തൊരു ബഹളം അച്ഛാ, ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പൂപ്പന്റെ മുറി വരെ കേക്കാച്ചാ. എന്റെ ഉറക്കം പോയി. ഉറങ്ങണ്ട. ഇന്ന് മുതൽ എല്ലാവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. നിന്റെ അപ്പൂപ്പന എല്ലാത്തിനും കാരണം. ഞാനോ? ആ ഇടാ, താഴെ താമസിക്കുന്നവരെ എന്നെക്കാളും വൃത്തിയെ പോക്കറിയാം. അതങ്ങനെ? ആ മോളോട് ചോദിക്കും. അത് പത്മ ടീച്ചർ അച്ഛാ. ആ ഏത് പത്മ ടീച്ചർ? ഏതോ പത്മ ടീച്ചർ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ക്ലാസ്സിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പത്മ ടീച്ചർ. ഇവരെ കുറിച്ചാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നന്നായി. അവള് പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ അങ്ങ് നന്നാവും. ടീച്ചറെ മാത്രമല്ല ആദിയും ഉണ്ട്. ടീച്ചർ മോൻ അവനെന്റെ ക്ലാസ്സിലാ. സത്യം പറ, ഇത് അപ്പൂപ്പനും മോളും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്തല്ലേ? എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടുപേരും കൂടെ വിളിച്ചോണ്ട് വന്നല്ലേ അവരെ? വീഡിയോ കൊടുത്തല്ലേ എനിക്കൊരു പങ്കുമില്ലേ? മോളെ അതൊക്കെ അപ്പൂപ്പൻ തന്നെ ചെയ്തതാ. ഞാനറിയാത്ത കാര്യത്തിന് എന്തിനാ ഞാൻ ചീത്തയിക്കുന്നേ? ഞാൻ പോയി റെഡി ആവട്ടെ. എടി മോളെ, അതെ തൊടണ്ട. ഇടാ മോനെ, എത്രയോ പേർക്ക് നമ്മൾ ഉപകാരം ചെയ്തിരിക്കുന്നു. അതുപോലെ അങ്ങ് കണ്ടാ മതി. ഉപകാരം? ഇത് ഉപകാരമാണല്ലേ? അല്ലേ? അമ്മാവൻ നോക്കിക്കോ, ഒരു ദിവസം പോലും നമുക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല. ഇവളുടെ ഈ നാവും വെച്ചോണ്ട് പുറത്തിറങ്ങിയ എത്ര പേരോട് ഒരു ദിവസം കോർക്കുന്നുണ്ടാവും. അവരൊക്കെ ഇനി ചോദ്യവും പറച്ചിലുമായിട്ട് ഇങ്ങോട്ടായിരിക്കും കയറി വരാൻ പോകുന്നത്. അതിന്റെയൊക്കെ നടുവിച്ചെന്നങ്ങ് നിന്നോണം മധ്യസ്ഥതയ്ക്ക്. എന്നാലേ അമ്മാവൻ പഠിക്കൂ. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇല്ലായിരിക്കും. ഉണ്ടാവോ? അമ്മാവനായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ തല്ലുകൊള്ളാത്തത് ഭാഗ്യമായി. അമ്മേ, അല്പ സമാധാനമുള്ള സ്ഥലത്ത് താമസിക്കണം എന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്. ഇയാളുള്ള സ്ഥലത്ത് ഒരു ദിവസമെങ്കിലും സമാധാനം ഉണ്ടാവോ? നല്ല വീടല്ലേ നിത്യേച്ചി? മാത്രല്ല അവരെ നമുക്ക് കുറച്ചെങ്കിലും പരിചയമുണ്ടല്ലോ. എന്ത് പരിചയം? ചീത്ത പറഞ്ഞതിന്റെ പരിചയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.